ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ 3 ഫേസ് DV, അതായത് നമ്മുടെ വീടിൻ്റെ വയറിങ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടെന്നുള്ളതാണ്. ഒരു കാര്യം ഞാൻ ആദ്യമേ പറയട്ടെ, വേറൊന്നുമല്ല, നമ്മൾ താക്കോൽ ചെയ്യുന്ന രീതിയിൽ വീടിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ചില കോൺട്രാക്ടർമാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, അതായത് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ലൈറ്റ് തെളിയണം എന്നുള്ള രീതിക്ക് വേണ്ടി മാത്രം, എന്ന രീതി മാത്രമാണ് അവരുദ്ദേശിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അങ്ങനെയുള്ള വീടുകൾ കാര്യങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഒരൊറ്റ സർക്യൂട്ടായിരിക്കും പോകുന്നത്, അതിൽ നിന്ന് കംപ്ലീറ്റ് ലൂപ്പ് ചെയ്താണ് പോകുന്നത്. പക്ഷേ അതിനേക്കാൾ ബെറ്റർ നമ്മൾ ലൈഫ് ലോങ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ, അതായത് സെപ്പറേറ്റ് പൈപ്പുകൾ ഓരോ ഭാഗത്തേക്കും വേണ്ട ആവശ്യമുള്ള സർക്യൂട്ടിനനുസരിച്ചുള്ള പൈപ്പുകൾ തന്നെ കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം, നമ്മുടെ ഭിത്തി ഇതുപോലെ തന്നെ വെട്ടിപ്പൊളിച്ച് ഇതുപോലെ പ്രശ്നമാവേണ്ട കാര്യമുണ്ടോയെന്ന്. അപ്പോൾ നിങ്ങളൊന്ന് ഒരു കാര്യം ആലോചിച്ചാൽ മതി, നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ട് ചാർജ് വെച്ച് നോക്കിക്കഴിയുമ്പോൾ ഒരുപാട് കറണ്ട് ചാർജ് കാര്യങ്ങളൊക്കെ വരുന്നതിനേക്കാൾ ബെറ്ററാണ് ഈ പറയുന്ന ഭിത്തി. അതായത് ചെങ്കല്ല് അല്ലെങ്കിൽ ഈ പറയുന്ന സോളിഡ് ആണെങ്കിലും ഏകദേശം 8 ഇഞ്ചോളം വീതി കാര്യങ്ങളുണ്ടാവും. 8 ഇഞ്ച് വീതിയിൽ കൂടി വന്നു കഴിഞ്ഞാൽ മാക്സിമം പോയി കഴിഞ്ഞാൽ 1 ഇഞ്ച് അല്ലെങ്കിൽ 1.25 ഇഞ്ച് മാത്രമാണ് ഇതിൻ്റെ ആഴം വരുന്നത്. ബാക്കി യാതൊരു സ്ട്രോങ് കാര്യങ്ങൾക്ക്, വീടിൻ്റെ യാതൊരു സ്ട്രോങ് കാര്യങ്ങൾക്ക് ഒരു കംപ്ലൈൻറ്റും വരില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ധാരണകൾ വളരെ തെറ്റാണ്. കാരണം വേറെ ഒന്നുമല്ല, ഭിത്തിയിലൂടെ നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് വീടിൻ്റെ സ്ട്രെങ്ത്ത് നഷ്ടപ്പെടുമെന്ന് പറയുന്നത് വളരെ തെറ്റായ കാര്യമാണ്. പിന്നെ അത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും, നമ്മൾ ഇതുപോലെ തന്നെ വാർക്കയുടെ ഉള്ളിലൂടെ, അതായത് മെയിൻ സ്ലാബിൻ്റെ ഉള്ളിലൂടെ നമ്മൾ വയറ് കാര്യങ്ങളൊക്കെ വലിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ അതായത് നമ്മുടെ ഏറ്റവും മുകളിൽ നമ്മൾ ഡ്രസ് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ വയറ്, അതായത് ഈ പറയുന്ന നമ്മുടെ വാർക്കയുടെ മുകളിൽ കിടക്കുന്ന പൈപ്പിൻ്റെ ഉള്ളിൽ ചൂടാവാനുള്ള ചാൻസസ് ഉണ്ട്. ചൂടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും? വയറിൻ്റെ റെസിസ്റ്റൻസ് ഹൈയാവും. വയറിൻ്റെ റെസിസ്റ്റൻസ് ഹൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൂടെ പോകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ കത്തിപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അത് കൂടാതെ തന്നെ വോൾട്ടേജ് ഡ്രോപ്പ് കൂടുതലായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കറണ്ട് ചാർജ് നമ്മൾ പിടിച്ച് നിൽക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ട് വരാനുള്ള ചാൻസസും കൂടുതലാണ്. ഏറ്റവും നല്ലത് എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഇതുപോലെ ഭിത്തിയിലൂടെ, വാളിലൂടെ നമ്മൾ വയറിങ് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും ഉത്തമം. എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നാൽ കൂടിയും, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ കൂടിയും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും, വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന ജംഗ്ഷനുകൾ വെച്ചിട്ടാണ് കംപ്ലീറ്റ് വയറിങ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ ഓരോ സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ നമുക്ക് അത്യാവശ്യം ഒരു 2-3 ബെൻഡ് കഴിയുന്ന സമയത്ത് ജംഗ്ഷൻ ബോക്സുകൾ വെച്ച്, അത് 4 PVC തന്നെ വെച്ച് ചെയ്യുകയാണെങ്കിൽ ക്ലിയർ ആയിട്ട് നമുക്ക് ഒരു കംപ്ലയിൻറ്റും ഇല്ല, നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. പിന്നെ അടുത്ത് വരുന്നൊരു കംപ്ലയിൻറ്റുകളൊന്നാണ് ഇൻഡക്ഷൻ കറണ്ട്. അതായത് ഇത്രയും വയറുകൾ ടൈറ്റ് ചെയ്ത് ഈ പറയുന്ന രീതിയിൽ ഒറ്റ പൈപ്പിലൂടെ 2 പൈപ്പിലൂടെ വലിച്ചു കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡക്ഷൻ കറണ്ട് മസ്റ്റ് ആയിട്ടുണ്ടോ. അതായത് സ്വിച്ച് ഓഫ് ചെയ്ത് കിടന്നാലും ചില LED ബൾബുകൾ തെളിഞ്ഞിടക്കുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അത് ഇൻഡക്ഷൻ കറണ്ടാണ്. അപ്പോൾ ആവശ്യത്തിന് പൈപ്പുകൾ കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് ഒരു പൈപ്പിൻ്റെ ഒരു 50% അല്ലെങ്കിൽ 60% മാത്രമേ യൂസ് ചെയ്യാവൂ, ബാക്കി ഫ്രീ ആയിട്ട് കിടക്കണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ ഇൻഡക്ഷൻസ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ പറയുന്ന നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്ത് കിടന്നാലും നമ്മുടെ ലൈറ്റുകൾ തെളിയുന്ന ഒരവസ്ഥ പിന്നീട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. അതിനേക്കാൾ ബെറ്റർ ആവശ്യത്തിന് നമ്മൾ ലൈഫ് ലോങ് വീട് പണിയുന്ന സമയത്ത് നമ്മൾ ലൈഫ് ലോങ് ആണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആവശ്യത്തിന് പൈപ്പുകളും വയറിന് നല്ല ക്വാളിറ്റി ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാലത്തും 10-70 വർഷം കഴിഞ്ഞാൽ കൂടിയും, അതായത് വീടിൻ്റെ ലൈഫ് തീർന്നാൽ കൂടി യാതൊരു കംപ്ലൈൻറ്റും ഇല്ലാതെ നമുക്ക് വയറിങ് നിലനിർത്താൻ പറ്റും. കറണ്ട് കാശ് നമ്മൾ പറയുന്ന രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ടിന് വേണ്ടി മാത്രം പൈസ കൊടുത്താൽ മതി, അതല്ലാതെ ലാപ്സായി പോകുന്ന കറണ്ട് നമുക്ക് ഒരിക്കലും ഉണ്ടാവുന്നതല്ല. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ, അതുമാത്രമല്ല ഒരു വീടിൻ്റെ വയറിങ് എങ്ങനെ പെർഫെക്ഷനായിട്ട് നമുക്ക് ചെയ്യാമെന്ന് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് A to Z കാര്യങ്ങൾ ഒരു മോഡ്യൂൾ എന്ന രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി എങ്ങനെയാണെന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെന്ന് നിങ്ങളൊരു കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൂടി ഉണ്ടായാൽ മാത്രമേ അങ്ങനെ വീഡിയോസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so